ഹലോ ഗൈസ്, പത്തനംമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശും ജയനും എല്ലാവരും കൂടെ ശബരിമലയ്ക്ക് പോകാൻ ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും അത് നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും. അപ്പം ദേവയാനിയുടെ കണ്ണ് നിറയും. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി നിൻ്റെ കണ്ണ് നിറയുന്നെന്ന്. അതല്ല, ഇവർ നേരത്തെ പോകേണ്ടതല്ലായിരുന്നു, അത് താമസിച്ചതിന് കാരണം ഞാനല്ലേ എന്ന് ചോദിക്കും. അപ്പം മുത്തശ്ശൻ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ഒരു സങ്കടത്തിൻ്റെ ആവശ്യമില്ല. ഇവരെപ്പം ചെല്ലണമെന്നും ഭഗവാൻ ഇവർക്ക് എപ്പം ദർശനം കൊടുക്കണമെന്നും ഭഗവാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആണ് ഇവരിത്രയും താമസിച്ച് പോകേണ്ടി വന്നതെന്ന് പറയും. അപ്പോൾ ജാനകി അങ്ങോട്ട് വന്നിട്ട് പറയും, വാ ഏട്ടത്തി, നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ദേവയാനിയെ വിളിച്ചുകൊണ്ട് അകത്തോട്ടങ്ങ് പോകും. അപ്പോഴത്തേന് ജലജ പറയുന്നുണ്ട്, എന്നാലും കെട്ടി നിറയ്ക്കുന്ന സമയത്ത് അവളുമാരിവിടെ കാണേണ്ടതായിരുന്നല്ലോ, അനാമികയും നയനയും എന്ന് പറയും. അത് കേൾക്കുന്ന നവ്യ പറയുന്നുണ്ട്, നയന ഇവിടെ ഉണ്ടായിരിക്കരുതെന്ന് ആദർശേട്ടൻ്റെ അമ്മയല്ലേ പറഞ്ഞ്, അമ്മായിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അവൾ വരാതിരുന്നതെന്ന്. എന്നാൽ പിന്നെ അനാമികയ്ക്കെങ്കിലും ഇവിടെ നിന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേന് മുത്തശ്ശി പറയുന്നുണ്ട്, അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ലേ, അതുകൊണ്ട് നീ അതൊന്നും ഇനി പറയാനൊന്നും പോകണ്ട എന്ന്. എന്നാൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ സമയത്തെങ്കിലും നിൻ്റെ വാക്കൊന്ന് കുറയ്ക്ക്. നിൻ്റെ മക്കളൊരു കാര്യത്തിന്, നല്ല കാര്യത്തിന് പോയിരിക്കല്ലേ, അവരാപത്തൊന്നും കൂടാതെ തിരിച്ചു വരാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ നീ എന്താ ഇങ്ങനെ ദുഷിച്ച വർത്തമാനങ്ങളൊക്കെ പറയുന്നത് എന്ന് ചോദിച്ച് മുത്തശ്ശൻ അങ്ങകത്തേക്ക് കയറിപ്പോവും. അന്നേരത്തേന് നവ്യ പറയുന്നുണ്ട്, എനിക്ക് സമാധാനമായെന്ന്. അപ്പം ജലജ ചോദിക്കും, എന്താ നിനക്കതങ്ങ് സുഖിച്ചോന്ന്. എനിക്ക് സുഖിച്ച്, ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ് ഇപ്പം മുത്തശ്ശൻ നിങ്ങളോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായെന്ന് പറയും. നിങ്ങളുടെ മകൻ ശരിക്കും നോയമ്പൊന്നും എടുത്തിട്ടല്ല പോയിരിക്കുന്നത്, നോയമ്പെല്ലാം തെറ്റിച്ചാണ് പോയിരിക്കുന്നത് എന്ന് പറയും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ശരിക്കും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. അന്നേരത്തേന് ജലജ ചോദിക്കും, എൻ്റെ മോൻ അങ്ങനെ നോയമ്പൊന്നും മുറിക്കത്തില്ല, അവൻ നല്ല വ്രതമെടുത്താൽ പോയിരിക്കുന്നത്, അവൻ നല്ല വ്രതമെടുത്തിരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് എൻ്റെ ഫോണിലുണ്ടെന്ന് പറയും. അതുകൊണ്ട് മോന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ളതിന് കുശുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ച് നവ്യ അകത്തേക്ക് അങ്ങ് പോകും. എന്നിട്ട് നവ്യ പൂജാമുറി കയറി നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് മുത്തശ്ശിയോട് പറയും, മുത്തശ്ശി അവിയാണെങ്കിൽ വ്രതമൊക്കെ തെറ്റിച്ചാണ് പോയിരിക്കുന്നത്, അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. അവന് ഫുഡിൻ്റെ കാര്യത്തിലൊരു നോട്ടമൊന്നുമില്ല, അവൻ ശരിക്കും ഇഷ്ടമുള്ള ഫുഡെല്ലാം കഴിച്ചാൽ പോയിരിക്കുമെന്ന് പറയും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, അവനൊരിക്കലും ഒരാഴ്ച കൂടുതലൊന്നും നോയമ്പെടുക്കാൻ പറ്റത്തില്ല, വ്രതം നോക്കുന്ന കാര്യം അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയും. എന്നാലും എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച് നവ്യയ്ക്ക് അങ്ങ് പേടിയാണ്. മുത്തശ്ശി പറയും, എന്തായാലും മോള് പേടിക്കുകയൊന്നും വേണ്ട, അവരുടെ കൂടെ പോയിരിക്കുന്നത് എല്ലാവരും അയ്യപ്പ ഭക്തന്മാരാണല്ലോ, അവർ നല്ലതായിട്ട് വ്രതം നോക്കിയിട്ടാണ് പോയിരിക്കുന്നത്, അതുകൊണ്ട് ഇവനെയും ഭഗവാൻ കാത്തോളും എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി അടുത്തിങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ആ സമയത്താണ് നയനയുടെ ഫോൺ വരുന്നത്. നയന മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എല്ലാവരും പോയോ, എല്ലാം ശുഭമായി കടന്നു പോയോ എന്നൊക്കെ ചോദിക്കും. ഒരു കുഴപ്പമില്ലായിരുന്നു മോളെ, എല്ലാം നന്നായി പോയി, മോളിനെയും പ്രാർത്ഥിച്ചിരുന്നാൽ മതി എന്നൊക്കെ പറയും. മോളിനാണെങ്കിലും സങ്കടപ്പെടുകയൊന്നും വേണ്ട, അവർ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് മോളെ ദേവയാനി സ്നേഹിച്ചു തുടങ്ങും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയും. അന്നേരത്തേന് അതൊന്നും മറുപടിയൊന്നും നയന പറയുന്നില്ല. എന്നിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് പിന്നെ അവർ ഫോൺ വെക്കും. എന്നിട്ട് മുത്തശ്ശനോട് മുത്തശ്ശി പറയും, അഭി നോയമ്പൊന്നും നോക്കാതെ വ്രതം തെറ്റിച്ചാ പോയെന്ന് നവ്യ മോള് പറഞ്ഞെന്ന് പറയും. അതെന്താ അങ്ങനെയെന്നൊന്നും എനിക്കറിയത്തില്ല, എന്ത് വ്രതമാണ് തെറ്റിച്ചെന്നും അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേന് മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനെ കൊണ്ട് ഇത്രയും ദിവസമൊന്നും വ്രതം എടുക്കാൻ പറ്റത്തില്ല എന്ന് നമുക്കറിയാമായിരുന്നല്ലോ, 41 ദിവസം ദേവയാനി വ്രതം എടുത്തവർ പോകണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ സമയത്ത് നമുക്ക് അവിയെ അങ്ങ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ എന്ന് പറയും. എന്തായാലും അവൻ ഈ പ്രാവശ്യം നന്നായിട്ട് വ്രതം എടുത്താൽ പോകുന്നെന്നാണ് ജലജ പറഞ്ഞെന്ന് പറയും. എന്തായാലും അവൻ്റെ സ്വഭാവമൊന്നും അങ്ങനെ മാറുന്നില്ല, ഇവിടെ ഇത്രയും വർഷങ്ങൾ നിന്നിട്ട് പോലും അവൻ്റെ സ്വഭാവത്തിൽ മാത്രം മാറ്റമില്ലല്ലോ എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. അവനും നമ്മളുടെ കൊച്ചുമോനാണെന്ന് പറയാമെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവർ നമ്മുടെ കുടുംബത്തിലെ അല്ലല്ലോ. ജലജയ്ക്ക് അനാഥമായ ഒരു ബാല്യമായിരുന്നു, ആ സമയത്ത് ജലജയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കൂടെ കൂട്ടിയതും സ്വന്തം മകളെ പോലെ വളർത്തിയതും ഒക്കെ ചെയ്ത ഒരു വേർതിരിവ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുമില്ല. പക്ഷേ എന്നിട്ടും ജലജയുടെയും മാഫിയുടെയും സ്വഭാവമൊന്നും
നമ്മളുടെ സ്വഭാവമായിട്ട് യോജിച്ച് പോകുന്നില്ല, ആ ഒരു സ്വഭാവം അവർക്ക് പകർന്ന് കിട്ടുന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നവ്യമോൾ എന്തായാലും വന്ന സമയത്തൊക്കെ ഇച്ചിരി പ്രശ്നക്കാരിയായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല സ്വഭാവമൊക്കെയാണ് എന്ന് മുത്തശ്ശി പറയും. പിന്നെ അനാമികയാണ് പ്രശ്നം. ആ കുട്ടി ഈ കുടുംബത്ത് വന്ന് നിൽക്കേണ്ടതും ചേരേണ്ടതും അല്ലായിരുന്നു എന്നുള്ള പരുവത്തിൽ ഇവരൊക്കെ സംസാരിക്കുന്നു. ആദർശൊക്കെ എരുമേലി ചെല്ലുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പറയും ഇനി നമ്മൾ ഇവിടുന്ന് മുതലാണ് നടക്കാൻ പോകുന്നതെന്ന്. അന്നേരത്തേന് ആബി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കാലിൽ മസിൽ കയറി പിടിച്ചു, എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല, കാറിൽ ഇരുന്നപ്പം തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറയും. നിൻ്റെ കാലൊന്ന് തിരുമ്മി തരാമെന്നൊക്കെ പറഞ്ഞ് ആദർശ് തിരുമ്മിയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരത്തേന് പറയും എന്നാലും എനിക്ക് വയ്യ, എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ, നിങ്ങളങ്ങ് പൊക്കോ, പിന്നെ ഞാൻ വേണമെങ്കിൽ അടുത്ത ബസ്സിന് ഞങ്ങൾ പമ്പേ വന്നേക്കാം, അവിടുന്ന് വന്നാലും എനിക്ക് മല കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് മേളിലോട്ട് എന്നെ ട്രോളി കൊണ്ടുപോകേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴത്തേന് ജയൻ പറയുന്നുണ്ട്, നീ എന്തായാലും നോയമ്പൊന്നും എടുക്കാതെ വ്രതം തെറ്റിച്ചാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റേതായ അനുഭവം നിനക്കുണ്ടാകും, അതുകൊണ്ട് ഇവനെ ഇവിടെ അങ്ങനെ ഇരുത്തിയിട്ട് നമുക്ക് പോകാമെന്ന് പറയും. എന്നിട്ട് അവർ ആ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് അവിയെ അവിടെ ആക്കിയിട്ട് പോവുകയാണ്. അനാമിക ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കുമ്പോഴത്തേന് രേവതി അങ്ങോട്ട് വരും. എന്നിട്ട് രേവതി പറയും, എന്നാലും നീയും കൂടെ ചെല്ലേണ്ടതായിരുന്നു മോളെ, ഇന്ന് അവർ മലയ്ക്ക് പോകുന്നതല്ലേന്ന്. അവൻ്റെ ഒരു മലയ്ക്ക് പോക്ക്, അവൻ എയിലും പോട്ടെ, എന്നെക്കൊണ്ടൊന്നും വയ്യ പോകാൻ, നാണം കെട്ടുന്നു, അവിടെ പോയി നിൽക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് പറയും. അങ്ങനെയല്ല മോളെ, നീ ഇങ്ങനെ പോകാതിരുന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകത്തില്ലേ എന്ന് ചോദിക്കും. എന്നാലും അച്ഛൻ രാവിലെ പോയതല്ലേ, ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് പറയും. ആ സമയത്താണ് വേണു അങ്ങോട്ട് കയറി വരുന്നത്. അന്നേരത്തേനും അച്ഛ എന്തായി, അവളുമാരെ കണ്ടോ, അച്ഛൻ നല്ല വർത്താനം പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ വേണു പറയും, പിന്നെ ഞാൻ നന്നായിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട്, അവളുമാരുടെ മുഖത്ത് നോക്കി, അവിടെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാ മുഖത്ത് നോക്കി ഞാൻ വർത്താനം പറഞ്ഞു എന്നൊക്കെ പറയും. ഇനി എന്തായാലും അവളുമാരെ ഇങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല അച്ഛാ, ആ നന്ദുവിനെ അവളെ കിടത്തണം, അവിടെ കാലും കൈയും തല്ലി ഓടിച്ച് കിടത്തണം എന്നൊക്കെ പറയും. ഉടനെ വേണു പറയും, അതിനെന്നാ, എൻ്റെ കയ്യിൽ അതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല അഭ്യാസങ്ങളൊക്കെ പഠിച്ച ആൾക്കാരാണ്, അവളവരെ കൊണ്ട് ഇവളുടെ കൈയും കാലും ഒക്കെ ഓടിപ്പിക്കാവുന്നത്. അന്നേരത്തേന് അനാമിക പറയും, എനിക്ക് എന്നിട്ട് അവിടെ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾ അങ്ങനെ കിടക്കുന്നത് കാണണം വെച്ചാൽ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് നടത്തി തരണമെന്ന് പറയും. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങളവിടെ ചെന്ന് ഇതൊക്കെ ചോദിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞെന്ന്. അവരെല്ലാം പറയുന്നത് നയനെ പിടിച്ച് തള്ളിയെന്നാണ് പറയുന്നത്, നയനയ്ക്ക് എന്തോ വയ്യാഴികയുണ്ട്, അത് കാരണം അവളെ പിടിച്ച് തള്ളിയതാണ് അവർക്കെല്ലാം വലിയ പ്രശ്നമായി പോയതെന്ന്. ആ മുത്തശ്ശനും മുത്തശ്ശി വരെ അവർക്ക് സപ്പോർട്ടാകുന്നത് അതുകൊണ്ടാണെന്ന് പറയും. അന്നേരത്തേന് അനാമിക പറയുന്നുണ്ട്, അവൾക്ക് ഒരു അസുഖവും ഇല്ല, നിങ്ങൾക്കൊക്കെ തോന്നുന്നതാ അവൾ കള്ളം പറയുന്നതാന്നൊക്കെ പറയുന്നുണ്ട്. വനമേഖലയിലുള്ള ഒരു അമ്പലത്തിലാണ് അഭിയും ആദർശും ഇവരെല്ലാവരും കൂടെ കയറിയിരിക്കുന്നത്. അന്നേരം അഭി പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും നടക്കാൻ പറ്റത്തില്ല, ഭയങ്കര വേദനയാണ്, ഞാൻ വന്നാൽ നിങ്ങൾക്കൂടെ പ്രശ്നമാകും, അതുകൊണ്ട് നിങ്ങൾ പൊക്കോളാൻ. അന്നേരത്തേന് ആദർശൊക്കെ പറയും, എന്നാൽ ശരി, നീ ഇവിടെ നിൽക്ക്, നീ വേണമെങ്കിൽ അല്ലെങ്കിൽ വണ്ടി കയറി തിരിച്ച് വീട്ടിലോട്ട് പൊക്കോളാൻ പറയും. അയ്യോ അത് വേണ്ട, നിങ്ങൾ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ, മുത്തശ്ശൻ എന്നെ വഴക്ക് പറയുമെന്ന് പറയും. എന്നാൽ നീ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവും. അന്നേരത്തേന് അഭി അങ്ങോട്ടങ്ങ് കിടക്കുന്ന ഉടനെ കാലിന് ഭയങ്കര വേദനയാണ്. അപ്പോൾ അവിടെ കിടന്നുകൊണ്ടിരുന്ന ഒരു സ്വാമി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്താ സ്വാമി പോയില്ലേന്ന്. ഇല്ല, എനിക്ക് ഭയങ്കര കാലിന് വേദനയാന്ന് പറയും. എന്നാൽ കിടക്ക്, ഞാൻ കാല് തിരുമ്മി തരാമെന്ന് പറയും. എന്നിട്ട് അഭി അവിടെ കിടക്കുമ്പോൾ ആ ചെറുക്കനിരുന്ന് ഇങ്ങനെ കാല് തിരുമ്മി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇവൻ കുറച്ച് നേരം തിരുമട്ടെ, അന്നേരം കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞ് അഭി അങ്ങ് കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ കണ്ണ് തെളിച്ച് നോക്കുമ്പോഴത്തേന് കയ്യെ കിടന്ന വാച്ചില്ല, ഫോണില്ല, പേഴ്സില്ല, ബാഗില്ല, ഇതൊന്നുമില്ല, എല്ലാം അടിച്ചുകൊണ്ട് ആൾക്കാർ പോയി. അന്നേരത്തേന് അഭി അങ്ങ് പേടിച്ച് പോകും. എന്നിട്ട് അഭി എല്ലാവരോടും ഇങ്ങനെ തിരക്കിയൊക്കെ നടക്കും, അവനെ അവിടെ അങ്ങനെ കാണുന്നുണ്ടോയെന്ന്. ഇല്ലെന്നറിയുമ്പോഴത്തേന് പിന്നെ അവിടെ ഇരിക്കുന്ന ഒരാളോട് ഒന്ന് ചോദിക്കും, ഇവിടെ നടന്ന ഒരു സ്വാമിയെ കണ്ടായിരുന്നോ, എൻ്റെ ബാഗൊന്നും കാണാനില്ലെന്ന് പറയുമ്പോഴത്തേനും അയാൾ പൊക്കോണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കഴുത്തെ കൈയൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് കത്തി എടുത്ത് കാണിക്കും. അന്നേരം അഭി പേടിച്ച് പോകും. എന്നിട്ട് അഭി ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇറങ്ങി നടക്കുക. അന്നേരം വനത്തിനകത്തൂടെ ആയതുകൊണ്ട് വഴിയൊന്നും അറിയത്തില്ല. അന്നേരം ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേനും ആനയും പുലിയും അതൊക്കെ അമർന്ന് ഒച്ചയൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം പേടിച്ച് പറയും, അയ്യപ്പ ഞാൻ വ്രതം തെറ്റിച്ച ഇപ്രാവശ്യം വന്നത്, അടുത്ത പ്രാവശ്യം എന്തായാലും ശരിക്കും വ്രതം എടുത്ത് തന്നെ തിരിച്ച് വന്നേക്കാം, എനിക്കൊരു ആപത്തും ഉണ്ടാക്കാതെ എന്നെ തിരിച്ച് വീട്ടിലെത്തിക്കണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് നടന്നു വരുമ്പോഴത്തേന് ഒരു വഴിയിലേക്ക് വന്നിറങ്ങും. എന്നിട്ട് വഴിയിലിറങ്ങി വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് ആന അമർന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. അന്നേരം വീട്ടിൽ നിന്ന് നവ്യ ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് അഭി ഇങ്ങനെ ആനയുടെ സൗണ്ട് കേട്ട് തിരിഞ്ഞ് നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.